1947 ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലേ? പക്ഷെ ആ കഥ അത്ര ലളിതമല്ല. ആ വിജയത്തിനു പിന്നിൽ വലിയ സമരങ്ങളുടെയും പലതരം ആശയങ്ങളുടെയും ഒടുവിൽ ഒരു ഉപഭൂഖണ്ഡത്തെ രണ്ടായി വിഭജിച്ചതിന്റെയുമൊക്കെ ഒരു വലിയ ചരിത്രമുണ്ട്. എങ്ങനെയാണ് ഒരൊറ്റ സ്വാതന്ത്ര്യസമരം രണ്ട് രാജ്യങ്ങളുടെ പിറവിക്ക് കാരണമായത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെക്കുറിച്ചാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ അവസാനത്തെ ആ വലിയ ജനകീയ മുന്നേറ്റം. പിന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ സൈന്യം എങ്ങനെ പുറത്തുനിന്നൊരു വെല്ലുവിളി ഉയർത്തിയെന്ന് നമ്മൾ കാണും. അതിനുശേഷം സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പലതരം ആശയങ്ങളും വിഭജനത്തിലേക്ക് നയിച്ച രാഷ്ട്രീയവും ചർച്ച ചെയ്യും. അവസാനം ആ അർദ്ധരാത്രിയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ നമ്മളെത്തും. നമ്മുടെ കഥ തുടങ്ങുന്നത് 1942-ലാണ്. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട ഒരു സമയം. സ്വാതന്ത്ര്യം എന്ന ആവശ്യം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സഹായം ഉറപ്പാക്കാൻ ബ്രിട്ടീഷുകാരയച്ചതായിരുന്നു ക്രിപ്സ് മിഷൻ. യുദ്ധം കഴിഞ്ഞിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം തരാം എന്നായിരുന്നു വാഗ്ദാനം. പക്ഷേ അത് കോൺഗ്രസിന് സ്വീകാര്യമായിരുന്നില്ല. അതോടെ സമാധാനപരമായി അധികാരം കൈമാറാനുള്ള എല്ലാ ചർച്ചകളും ഏതാണ്ട് അടഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് ഗാന്ധിജി ആ ചരിത്രപരമായ ആഹ്വാനം നൽകുന്നത്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ബ്രിട്ടീഷുകാരോട് ഉടൻ ഇന്ത്യ വിടുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു രാജ്യവ്യാപകമായ സമരത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു. അപ്പോ എന്താ സംഭവിച്ചത്? ഓഗസ്റ്റ് 8-ാം തീയതി കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കുന്നു. പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്കും ഗാന്ധിജിയടക്കം പ്രധാന നേതാക്കളെയെല്ലാം ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഇത്തവണ ജനം പിന്മാറിയില്ല. നേതാക്കളില്ലാതെ തന്നെ ആളുകൾ തെരുവിലിറങ്ങി. റെയിൽവേ സ്റ്റേഷനുകളും ടെലിഗ്രാഫ് ലൈനുകളും ആക്രമിക്കപ്പെട്ടു. രാജ്യം മുഴുവൻ സ്തംഭിച്ചു. അവസാനം ബ്രിട്ടീഷുകാർ ഈ പ്രക്ഷോഭത്തെ ക്രൂരമായി അടിച്ചമർത്തുകയായിരുന്നു. ശരി, ഇന്ത്യക്കകത്ത് ഇതൊക്കെ നടക്കുമ്പോ അതിർത്തിക്ക് പുറത്ത് വേറൊരു പ്ലാന് തയ്യാറാവുന്നുണ്ടായിരുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ രാജ്യത്തിനകത്തുനിന്ന് പോരാടിയപ്പോൾ മറ്റൊരാൾ പുറത്തുനിന്ന് ഒരു സൈന്യവുമായി വന്ന് ബ്രിട്ടനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇവിടെയാണ് സ്വാതന്ത്ര്യസമരത്തിലെ ഏറ്റവും വലിയൊരു ആശയ സംഘടനം നമ്മൾ കാണുന്നത്. ഗാന്ധിജിയുടെ വഴി അഹിംസയുടേതായിരുന്നു, ഉള്ളിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണത്തെ ദുർബലമാക്കുക. എന്നാൽ ബോസ് വിശ്വസിച്ചത് സായുധ പോരാട്ടത്തിലായിരുന്നു. പുറത്തുനിന്നുള്ള സഹായത്തോടെ ബ്രിട്ടനെ ആക്രമിച്ച് പുറത്താക്കുക. ലക്ഷ്യം ഒന്നുതന്നെ, പക്ഷെ വഴികൾ തീർത്തും വ്യത്യസ്തം. ബോസിന്റെ യാത്ര ശരിക്കും ഒരു സിനിമ പോലെയാണ്. ഇന്ത്യൻ സിവിൽ സർവീസിലെ ഉയർന്ന ജോലി വേണ്ടെന്ന് വെച്ച് സ്വാതന്ത്ര്യസമരത്തിലേക്ക്. ഗാന്ധിജിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം വരെ രാജിവെച്ചു. ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ കണ്ണുവെട്ടിച്ച് വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് യൂറോപ്പിലെത്തി ഇന്ത്യയുടെ മോചനത്തിനായി സ്വന്തമായി ഒരു സൈന്യത്തെ തന്നെ രൂപീകരിച്ചു: ഇന്ത്യൻ നാഷണൽ ആർമി. ബോസിന്റെ ഈ ആഹ്വാനം ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായി. ബ്രിട്ടീഷുകാർക്കെതിരെ മറ്റൊരു യുദ്ധമുഖം തുറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതവർക്ക് വലിയ തലവേദനയുണ്ടാക്കി. ഈ സമരങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കുമൊക്കെ പിന്നിൽ വലിയ ആശയങ്ങളുടെ ഒരു പോരാട്ടം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. എന്ത് തന്ത്രം സ്വീകരിക്കണം, രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ എങ്ങനെയായിരിക്കണം, എന്തിനേറെ എന്താണ് ഇന്ത്യ എന്നതിനെക്കുറിച്ച് വരെ വലിയ ചർച്ചകൾ നടന്നു. ഈ ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചറായിരുന്നു. ബ്രിട്ടീഷ് ഭരണം എങ്ങനെയാണ് ഇന്ത്യയെ സാമ്പത്തികമായി കൊള്ളയടിക്കുന്നതെന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കി കൊടുക്കാൻ ഈ ആശയത്തിന് കഴിഞ്ഞു. അതോടെ ഇത് വെറുമൊരു രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമല്ല, സാമ്പത്തിക നീതിക്ക് വേണ്ടിയുള്ളത് കൂടിയാണെന്നൊരു ചിന്ത വന്നു. ഒരു പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ എത്ര വ്യത്യസ്തമായ ചിന്തകളുണ്ടായിരുന്നു എന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണിത്. ഗാന്ധിജി ഘട്ടം ഘട്ടമായുള്ള നീണ്ട സമരത്തിൽ വിശ്വസിച്ചപ്പോ നെഹ്റുവിനെ പോലുള്ളവർ ഒറ്റയടിക്ക് സാമ്രാജ്യത്വത്തെ തുടച്ചു നീക്കുന്ന ഒരു തീവ്രമായ സമരമാണ് മുന്നോട്ട് വെച്ചത്. എങ്കിലും പ്രസ്ഥാനത്തിന്റെ ഐക്യത്തിനു വേണ്ടി അവസാനം എല്ലാവരും ഒരുമിച്ചു നിന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഉപഭൂഖണ്ഡത്തിന്റെ ഭാവിയെ നിർണയിച്ച രണ്ട് കാഴ്ചപ്പാടുകളാണ്. ഒന്ന്, മുഹമ്മദ് അലി ജിന്നയുടെ ദ്വിരാഷ്ട്ര സിദ്ധാന്തം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്നും അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് സ്വന്തമായൊരു രാജ്യം വേണമെന്നും അദ്ദേഹം വാദിച്ചു. മറുവശത്ത് MS ഗോൾവാൾക്കറെ പോലുള്ളവർ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാണെന്നും മറ്റുള്ളവർ ഇവിടത്തെ സംസ്കാരത്തോട് ചേർന്ന് ജീവിക്കണമെന്നും വിശ്വസിച്ചു. ഒന്ന് വിഭജനം ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊന്ന് ലയനം ആവശ്യപ്പെട്ടു. അപ്പോ ഈ ആശയപരമായ വ്യത്യാസങ്ങള് എങ്ങനെയാണ് പിന്നീട് രാജ്യത്തിന്റെ ഭൂപടം തന്നെ മാറ്റിവരച്ചത്? അതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ച ഒന്നല്ല.
പതിയെ പതിയെ വർഷങ്ങൾ കൊണ്ടാണ് ഈ ആശയം ഒരു വലിയ രാഷ്ട്രീയ ആവശ്യമായി മാറിയത്. 1906-ൽ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് മുതൽ 1940-ൽ പാകിസ്ഥാൻ എന്ന ആവശ്യം ഔദ്യോഗികമായി ഉന്നയിക്കുന്നതും ഒടുവിൽ 1946-ലെ വലിയ വർഗീയ കലാപങ്ങളിലേക്കും കാര്യങ്ങളെത്തി. ഈയൊരു പ്രോസസ്സിനെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ ഒരു പറച്ചിലുണ്ട്. സർ സയ്യദ് അഹമ്മദ് ഖാനാണ് പാകിസ്ഥാൻ എന്ന ആശയത്തിന്റെ വിത്തിട്ടതും പിന്നീട് വന്നവർ അത് വളർത്തി ഒടുവിൽ മുഹമ്മദ് അലി ജിന്ന ആ ഫലം നേടിയെടുത്തുവെന്നും. അങ്ങനെ യുദ്ധം കൊണ്ട് ഇന്ത്യയും തളർന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ബ്രിട്ടനും ക്ഷീണിച്ചു. ഇതോടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന അധ്യായത്തിന് തുടക്കമായി. ഒടുവിൽ ബ്രിട്ടൻ ഒരു ഡെഡ്ലൈൻ പ്രഖ്യാപിച്ചു. 1948 ജൂണിനു മുൻപ് ഇന്ത്യ വിടും. കാര്യങ്ങൾ വേഗത്തിലാക്കാൻ അവസാനത്തെ വൈസ്രോയിയായി മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ഇങ്ങോട്ടയച്ചു. അദ്ദേഹത്തിന്റെ ദൗത്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: അധികാരം കൈമാറുക, പിൻവാങ്ങുക. ഈ നിയമമാണ് ഏതാണ്ട് 200 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് നിയമപരമായി തിരശ്ശീലയിട്ടത്. ഇത് ഇന്ത്യയെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 രാജ്യങ്ങളായി വിഭജിച്ചു. ബ്രിട്ടീഷ് പരമാധികാരം പൂർണ്ണമായി അവസാനിച്ചു. ഓരോ രാജ്യത്തിനും സ്വന്തമായി ഭരണഘടനയുണ്ടാക്കാനുള്ള അധികാരവും കിട്ടി. അങ്ങനെ ആ ദിവസം വന്നെത്തി. 1947 ഓഗസ്റ്റ് 15. ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്രരായി. നീണ്ടകാലത്തെ പോരാട്ടം അവസാനിച്ചു. പക്ഷേ ആ ആഘോഷങ്ങൾക്കിടയിൽ വിഭജനമെന്ന ഭീകരമായ യാഥാർത്ഥ്യം ആ ഉപഭൂഖണ്ഡത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ ഐക്യമായിരുന്നോ? ആ ചരിത്ര നിമിഷത്തിലെ വലിയ വിജയങ്ങളെയും അതിലും വലിയ ദുരന്തങ്ങളെയും കുറിച്ച് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു ചോദ്യമാണത്.